ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കളർഫുൾ ട്രഷർ എന്നുള്ള ഇംഗ്ലീഷ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ. താഴെ തന്നിട്ടുള്ള ഈ പോസ്റ്റർ നോക്കാൻ. പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിംഗ്. ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇതേപോലെ സമാനമായ ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്ററിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? പുസ്തകങ്ങൾ ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്പ്. നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു കമ്പനിയാണ് പുസ്തകങ്ങളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്? വേൾഡ് ബുക്ക് ഡേൻ്റെ ഒരു പോസ്റ്ററാണ്. എന്താ ഇവിടെ എഴുതിയിട്ടുള്ളത്? ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മൈൻഡ്, ഹാർട്ട് ആൻഡ് സോള്. സോള് പറഞ്ഞാൽ ആത്മാവ്. ബുക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ മൈൻഡ്, നമ്മുടെ മൈൻഡിന്, ഹാർട്ടിനും ആത്മാവിനും. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ്. പുസ്തകങ്ങൾ തുറന്ന് മറ്റൊരു ലോകത്തിലേക്ക് കടക്കുക. അതാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള റീഡിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയണത് വേറെ മാറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കൊടുക്കാം, ഇതിന് ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ഒന്നാമത്തത്, റീഡിങ് ഓപ്പൺസ് ദ ഡോർ ടു എ വേൾഡ് ഓഫ് നോളജ്. നോളജ് പറഞ്ഞ അറിവ്. വായന അറിവിൻ്റെ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ഇതിന് സിമ്പിൾ ഉള്ളത് നോക്കിയിട്ട് എഴുതിയാൽ മതി. മൂന്നാമത്തെ എന്താ പറയുക? റീഡിങ് മേക്സ് യുവർ മൈൻഡ് സ്ട്രോങ്ങർ ആൻഡ് ഷാർപ്പർ. വായന നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തവും മൂർച്ചയുള്ളതുമാക്കുന്നു. നാലാമത്തത്, ബുക്സ് ആർ ദ ബെസ്റ്റ് കമ്പാനിയൻസ് യു ക്യാൻ എവർ ഹാവ്. അതായത് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കമ്പനി കൂട്ടാളി. ഒരു കമ്പനിക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ. പിന്നെന്താണ്? റീഡ് ടുഡേ ലീഡ് ടുമോറോ. ഇന്ന് വായിക്കുക, നാളെ നയിക്കുക. ദ മോർ യു റീഡ് ദ മോർ യു ഗ്രോ. കൂടുതൽ വായിക്കും തോറും നിങ്ങളുടെ വളർച്ച കൂടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഈസി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എടുത്ത് എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 2, എന്താണ് ക്വസ്റ്റ്യൻ? നിന്നു saw children going to school in a school bus. Write her thoughts. എന്താണ്? സ്കൂൾ ബസ്സിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിന്നു കണ്ടു. ഈ പാവപ്പെട്ട കുട്ടികളിലത്തെ ഒരാളാണ് നിന്നു. അപ്പോൾ മറ്റേ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിന്നു കണ്ടു. റൈറ്റ് ഹെർ തോട്ട്സ്. അവളുടെ തോട്ട്സ് എഴുതാനാണ്, ചിന്തകൾ. അവൾ ആ കാഴ്ച നോക്കി നിന്നിട്ട് എന്തൊക്കെയാണ് അവളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? തോട്ട്സ് ഓഫ് നിന്നു, ഹൗ ലക്കി ദേ ആർ. അവൾ ചിന്തിക്കുന്നുണ്ട് അവരെത്ര ഭാഗ്യവാന്മാരാണ്. പിന്നെ നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും? ദേ ക്യാൻ റീഡ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ഐ ക്യാനോട്ട് റീഡ് എനിത്തിങ്. ആ കുട്ടികൾ ബുക്കും ന്യൂസ് പേപ്പറും ഒക്കെ വായിക്കുന്നുണ്ട്, എനിക്കൊന്നും വായിക്കാനില്ല. ദേ ഹാവ് ന്യൂ ഡ്രസ്സസ്, ബുക്സ് ആൻഡ് ബാഗ്സ്. അവർക്ക് പുതിയ ബുക്കും ബാഗും ഡ്രസ്സസൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? ദേ ക്യാൻ ഗോ ടു സ്കൂൾ എവരി ഡേ. അവർക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ കഴിയും. ഐ ആൾസോ വാണ്ട് ടു സ്റ്റഡി ലൈക്ക് ദം. എനിക്കും അവരെ പോലെ പഠിക്കണം. ഐ വിഷ് ഐ കുഡ് സിറ്റ് ഇൻ എ സ്കൂൾ ബസ്. ഒരു സ്കൂൾ ബസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺ ഡേ ഐ വിൽ ആൾസോ ഗോ ടു സ്കൂൾ ആൻഡ് ലേൺ മെനി തിങ്സ്. ഒരു ദിവസം ഞാനും സ്കൂളിൽ പോകും, അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇതൊക്കെ നമുക്ക് തോട്ട്സായി എഴുതാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3, സം സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. കഥയിലെ ചില വാക്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ദ വേർഡ്സ് ആർ ജംബിൾഡ്. വാക്കുകൾ തെറ്റി കിടക്കുന്നു. റീ അറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ് സെൻറ്റൻസസ്. ഈ വാക്കുകളെ റീ അറേഞ്ച് ചെയ്ത് മീനിങ് ഉള്ള സെൻറ്റൻസ് ആക്കാൻ. അതായത് ഇവിടെ നമുക്ക് ഓരോന്നും തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് നമ്മൾ കറക്റ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് എന്താണ്? വോർ ഷീ ഡുപ്പറ്റ റെഡ് എ. ഇതൊക്കെ നിങ്ങൾ ചാപ്റ്ററിൽ നോക്കിയിട്ടാണ് ഈ സെൻറ്റൻസ് പൂർത്തിയാക്കേണ്ടത്. ഇത് കറക്റ്റ് ചാപ്റ്ററിലുണ്ട്. ഈ ഫസ്റ്റത്തത് എങ്ങനെയാണ് വരിക? ഷീ വോർ എ റെഡ് ഡുപ്പറ്റ. അവൾ ഒരു ചുവന്ന ഡുപ്പറ്റ ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, ഷീ ടു ദം മീറ്റ് നെക്സ്റ്റ് പ്രോമിസ്ഡ്. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച കാണാമെന്ന് അവൾ പ്രോമിസ് ചെയ്തു, വാക്ക് കൊടുത്തു. മൂന്നാമത്തത്, സ്റ്റാർട്ടഡ് ദീദി എവരി കമ്മിങ് ഡേ. ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവരി ഡേ.
ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. 4-മത്തത് ക്ലോസർ ദ ചിൽഡ്രൻ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് വേർ. ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. കുട്ടികൾ ആശങ്കയോടെ അവളുടെ അടുത്ത് ചെന്നു. 5 കുഡ് ബസ് നമ്പർ ദ ചിൽഡ്രൻ നൗ റീഡ്. നൗ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ. ഇപ്പോൾ കുട്ടികൾ ബസ്സിൻ്റെ നമ്പറൊക്കെ വായിക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസസ്. താഴെ കൊടുത്തിരിക്കുന്ന അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കൂ. എന്താണ്, ഏതൊക്കെയാണ്? അറ്റ്, ഫോർ, ഈ 2 വേർഡ്സും അടിവര ഇട്ടിട്ടുണ്ട്. ഹിയർ, അറ്റ് ആൻഡ് ഫോർ ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്. ഈ അറ്റ് ആൻഡ് ഫോർ എന്നുള്ള വേർഡ്സ് ആണ് ഈ സെൻറ്റൻസിന് അർത്ഥം നൽകുന്നത്. എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ്? ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവൾ കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. ദേ സെർച്ച്ഡ് ഫോർ ഹെർ അഡ്രസ്സ്. അവർ അവളുടെ അഡ്രസ്സ് തിരഞ്ഞു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫില്ല് ദ സെൻറ്റൻസസ് വിത്ത് സൂറ്റബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. എന്താ പറഞ്ഞിരിക്കണത്? ഈ താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അടിയിൽ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ സെൻറ്റൻസസ് പൂർത്തിയാക്കാനാണ്. അതിനുള്ളത് നമുക്കിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓവർ, മുകളിൽ, അണ്ടർ, താഴെ, ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ, ബിസൈഡ്, സൈഡിൽ, ബിറ്റ്വീൻ, ഇടയിൽ. ഓക്കെ, ഇത് സിമ്പിളാണ് ആക്ടിവിറ്റി. ദിസ് ഈസ് സ്മിനൂസ് റൂം. ഇത് സ്മിനുവിൻ്റെ മുറിയാണ്. സ്മിനു ഈസ് സ്റ്റാൻഡിങ്. സ്മിനു നിൽക്കുന്നത്. ഡാഷ് ദ ടേബിൾ. സ്മിനു എവിടെയാണ് നിൽക്കുന്നത്? ടേബിളിൻ്റെ മുന്നിൽ. അപ്പം മുന്നിൽ എന്നുള്ളതിന് ഇൻ ഫ്രണ്ട് ഓഫ്, അതാണ് നമ്മളവിടെ ആ ഡാഷിൽ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് ഹെർ ബാൾ ഈസ് ഡാഷ് ടു ടേബിൾസ്. അവളുടെ പന്ത് എന്താണ്? ഇടയിൽ നിന്നുള്ളതിന് വരിക. 2 ടേബിളിൻ്റെ ഇടയിൽ നിന്നുള്ളതിന് ബിറ്റ്വീൻ. അപ്പോൾ ഹെർ ബോൾസ് ബിറ്റ്വീൻ 2 ടേബിൾസ്. അവളുടെ പന്ത് 2 ടേബിളിൻ്റെ ഇടയിലാണ്. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഡാഷ് ദ ടേബിൾ. അവളുടെ പെറ്റ് റാബിറ്റ് ജമ്പിങ് ചെയ്യുന്നുണ്ട്. എന്താണ്? ടേബിളിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നുള്ളതിന് ഓവർ. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഓവർ ദ ടേബിൾ. ഹെർ കാറ്റ് ഈസ് ലേയിങ് ഡാഷ് ദ ടേബിൾ. ഹെർ കാറ്റ് ഈസ് ലേയിങ്, അവളുടെ പൂച്ച കിടക്കുന്നു, ഡാഷ് ദ ടേബിൾ, അടിയിൽ നിന്നുള്ളതിന് അണ്ടർ. ഹെർ കാറ്റ് ഈസ് ലേയിങ് അണ്ടർ ദ ടേബിൾ. ഓക്കെ, സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇനി ആക്ടിവിറ്റി 5 എന്താണ്? റീഡ് ദ ഫോളോവിങ് ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. നമുക്കിവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് ഈ ആക്ടിവിറ്റി. ആരെ പറ്റിയിട്ടാണ്? സതി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പ്രീ. സതി MV വായനയുടെ ആവേശത്തിലാണ്. ആ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വായിക്കാം. കാനങ്ങാട്, എ വൊറാഷ്യസ് റീഡർ. വൊറാഷ്യസ് പറഞ്ഞാൽ റീഡിങ്ങിൽ നല്ല താല്പര്യമുള്ള ആൾ. സതി ഈസ് ലിവിങ് വിത്ത് എ റെയർ ഡിസ്കവർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക്. അതായത് സതി നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അപൂർവ രോഗവുമായി ജീവിക്കുന്നു. നമുക്കിവിടെ കാണാം ചിത്രത്തിൽ സതി വീൽ ചെയറിലാണ് ഇരിക്കുന്നത് തന്നെ, നടക്കാൻ പറ്റാത്ത ആളാണ്. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൺ ഫോർ ദ പാസ്റ്റ് 25 ഇയേഴ്സ്. കഴിഞ്ഞ 25 വർഷമായി കിടപ്പിലാണ്. ഇൻ സ്പിറ്റ് ഓഫ് ദ ഡിസീസ്, അവൾ സിറ്റിങ്ങിൻ രോഗാവസ്ഥയിലാണെങ്കിലും ഷീ ലവ്സ് ദ റീഡിങ് നല്ല ഇഷ്ടമാണ്. സിറ്റിംഗ് ഇൻ ബെഡിൽ ഇരുന്നു കൊണ്ട് ഷീ ഹാസ് റീഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. അവൾ ബെഡിൽ ഇരുന്നു കൊണ്ട് 2000-ലധികം പുസ്തകങ്ങൾ വായിക്കുകയും അവ അവലോകനം ചെയ്യുകയും ചെയ്തു. അതായത് റിവ്യൂ ചെയ്യൂലേ, വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ. ഷീ സേസ് ഹാപ്പിലി, സന്തോഷത്തോടെ അവൾ പറയുന്നു. മൈ ഫാദർ, എൻ്റെ അച്ഛൻ സിവിക് കോടക്കാടാണ്. ഈസ് ദ പേഴ്സൺ ഹൂ ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് റീഡിങ്. അദ്ദേഹമാണ് എന്നെ വായനയുടെ അത്ഭുതകരമായ ലോകത്തേക്ക് നയിച്ചത്. ഫാദറിനെയാണ് പറയുന്നത്. ഫാദറാണ് ഇതിന് കാരണം. ഹി ആൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്. അതേമാതിരിക്ക് ലേഖനങ്ങൾ എഴുതാൻ അവളുടെ അച്ഛൻ അവളെ പ്രേരിപ്പിച്ചു. ഹെർ ബയോഗ്രഫി, അവളുടെ ജീവചരിത്രമായ റീഡ് ആൻഡ് ഫോർഗോട്ട് പെയിൻസ്, വായിക്കുക, വേദനകളെ മറക്കുക എന്നാണ്. വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് ആസ് മോട്ടിവേഷണൽ സ്റ്റോറി.
ഒരു പ്രചോദനാത്മക കഥയായി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റീഡ് ആൻഡ് ഫോർഗോട്ട് പെയിൻ എന്നുള്ളത്. ഓക്കെ, ഷീ ഹാസ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 4000 ലെറ്റേഴ്സ് ഫ്രം ഫേമസ് റൈറ്റേഴ്സ്. പ്രശസ്ത എഴുത്തുകാരിൽ നിന്നുള്ള 400-ലധികം കത്തുകളുടെ ശേഖരണം അവളുടെ പക്കലുണ്ട്. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ്. അവൾ കുറേ അവാർഡുകൾ നേടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സർഗ പ്രതിഭ നാഷണൽ അവാർഡ്. ഈ സർഗ പ്രതിഭ നാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അവൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കൽവരയിലെ മാലാഖ. അതായത് ഇവളുടെ ശ്രദ്ധേയമായ കൃതികളിൽ 2 പറയുന്നത് ഗുളിക വരച്ച ചിത്രങ്ങൾ, കൽവരയിലെ മാലാഖ എന്നുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് എബൌട്ട്? വാർത്താ റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ്? എന്താണ് ദ ന്യൂസ് റിപ്പോർട്ട് വാസ് എബൌട്ട് എ വൊറാഷ്യസ് റീഡർ. ഒരു വൊറാഷ്യസ് റീഡറിനെ പറ്റിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സാദീസ് പ്രോബ്ലം? എന്താണ് സാദിയുടെ പ്രശ്നം? എന്തെഴുതാം? ഈ രണ്ടാമത്തെ വരി തന്നെ ഉണ്ട്, ഷീ ഹാസ് എ റയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക്. അതായത് നടക്കാൻ പോലും പറ്റാത്ത ഒരു അപൂർവ രോഗത്തിന് അടിമയായിട്ടാണ് സ്വാതി ജീവിക്കുന്നത്. അതാണ് സാദിയുടെ പ്രോബ്ലം. പിന്നെ എന്താണ്, വേർ ഈസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? ഈ വാർത്താ റിപ്പോർട്ട് എവിടെ നിന്നാണ്? എവിടുന്നാണ്? ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലം, കാനങ്ങാട്. ദ ന്യൂസ് റിപ്പോർട്ട് വാസ് ഫ്രം കാനങ്ങാട്. എന്താണ്, വാട്ട് മേജർ അവാർഡ് ഡിഡ് സാദി റിസീവ്? സദിക്ക് ലഭിച്ച പ്രധാന അവാർഡ് ഏതാണ്? സർഗ പ്രതിഭ നാഷണൽ അവാർഡ്. പിന്നെന്താണ്, ഹൂ മോട്ടിവേറ്റഡ് സാദി? ആരാണ് സദിയെ മോട്ടിവേറ്റ് ചെയ്തത്? ഹെർ ഫാദർ സിവിക് കോടക്കാട് എന്നാണ് ആൻസർ എഴുതേണ്ടത്. വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? അവളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കാൽവരയിലെ മാലാഖ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 6, ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. നിങ്ങളുടെ സ്വന്തം ബുക്കുകൾ സൃഷ്ടിക്കാനുള്ളൊരു വർക്കാണ്. ക്രിയേറ്റ് എ സിമ്പിൾ ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് ഓഫ് യുവർ ഓൺ. നിങ്ങളുടേതായ ഒരു സിമ്പിളായിട്ട്, ഇല്ലുസ്ട്രേറ്റഡ് പറഞ്ഞാൽ കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങളുടേതായ സ്വന്തമായ ഒരു പുസ്തകം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ ഡ്രാവ് സൂറ്റബിൾ പിക്ചേഴ്സ് ആൻഡ് കളർ ദം. നിങ്ങൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരയ്ക്കാനും അവയ്ക്ക് നിറം നൽകാനും കഴിയും. വാട്ട് സ്റ്റോറീസ് വിൽ യു ആഡ് ഇൻ യുവർ ബുക്ക്? നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഏതൊക്കെ കഥകൾ ചേർക്കും? വിൽ ഇറ്റ് ബി പിക്ചർ സ്റ്റോറീസ്? അത് ചിത്രകഥകളായിരിക്കുമോ? വിൽ യു ഇൻക്ലൂഡ് പോയംസ്? നിങ്ങൾ കവിതകൾ ഉൾപ്പെടുത്തുമോ? ഹൗ വിൽ യു ഡിസൈൻ ദ കവർ? നിങ്ങൾ ബുക്ക് കവർ എങ്ങനെ ഡിസൈൻ ചെയ്യും? പ്രിപ്പയർ ദ സ്റ്റോറി ബുക്ക് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. കഥാപുസ്തകം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് വർക്ക്. പിന്നെ എന്താണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്? ക്രാഫ്റ്റ് കോർണർ. ഡിസൈൻ ബുക്ക് മാർക്സ് യൂസിങ് ചാർട്ട് പേപ്പർ ഓഫ് ഡിഫറൻറ്റ് കളേഴ്സ്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ചാർട്ട് പേപ്പറുകൾ ഉപയോഗിച്ച് ബുക്ക് മാർക്കുകൾ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ദ ചിൽഡ്രൻ ലവ്ഡ് ദ ബുക്സ്. കുട്ടികൾ പുസ്തകങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നു. ദേ ഡിഡ് നോട്ട് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ബൈ ഫോൾഡിങ് ദ പേജസ്. പേജുകൾ മടക്കി വെച്ച് അത് നശിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അതായത് നമ്മൾ പേജൊക്കെ വായിച്ചാൽ ഇപ്പോൾ കുറച്ചെത്തിയാൽ പിന്നെ നമ്മളവിടെ മടക്കി എടുത്ത് വെക്കും. അങ്ങനെ മടക്കി വെക്കണതിന് പകരം സോ ദേ ഡിസൈഡഡ് ടു മേക്ക് ബുക്ക് മാർക്സ്. അങ്ങനെ അവർ ബുക്ക് മാർക്കുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഹെൽപ്പ് ദം ടു മേക്ക് ബ്യൂട്ടിഫുൾ ബുക്ക് മാർക്സ്. മനോഹരമായ ബുക്ക് മാർക്കുകൾ നിർമ്മിക്കാൻ അവരെ സഹായിക്കൂ. സം സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. ചില സാമ്പിളുകൾ താഴെ നൽകിയിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോക്കൂ. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്കൂളിൽ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററത്തെ ആക്ടിവിറ്റീസും തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും, ആക്ടിവിറ്റീസും അല്ലാതും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.